നമസ്കാരം. കേരള ന്യൂസിലേക്ക് സ്വാഗതം. ബി ജെ പിയുടെ പുതിയ അധ്യക്ഷനെത്തി. ഇപ്പോൾ ബി ജെ പിയിൽ നിന്ന് പുറത്തേക്ക് പോയ സന്ദീപ് വാര്യരുടെ മനസ്ഥിതി എന്തായിരിക്കും എന്നാണ് ഞങ്ങൾ പരിശോധിക്കുന്നത്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കുന്നത് സോണി കല്ലറയ്ക്കലാണ്. സോണി, എന്തായാലും വളരെ വലിയ ബുദ്ധിമോശമാണ് താൻ കാണിച്ചതെന്നൊരു തോന്നൽ സന്ദീപ് വാര്യർക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും. രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖർ ഇവിടെ കേരളത്തിലേക്ക് വന്നത് ഏറ്റവും കൂടുതൽ അടികിട്ടിരിക്കുന്നത് സന്ദീപ് വാര്യർക്കിട്ട് തന്നെയാണ്. സന്ദീപ് വാര്യർ എന്തിനു വേണ്ടിയാണോ അങ്ങോട്ട് പോയത്, കോൺഗ്രസിലേക്ക് പോയതെന്ന് ഇപ്പം സന്ദീപ് വാര്യർ ശരിക്കും ചിന്തിക്കുന്നുണ്ടാവും. കാരണം ബി ജെ പിയിൽ കിട്ടിയ ഒരു പ്രഭാവം കോൺഗ്രസിൽ സന്ദീപ് വാര്യർക്ക് കിട്ടുന്നുണ്ടോ? ഇതാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. രക്ഷിക്കാൻ ആരാണ് എന്നുള്ള ചോദ്യം കൂടെ ബാക്കിയില്ലേ? ആര് രക്ഷിക്കും? സ്വയം രക്ഷിക്കാൻ കഴിയാത്ത നേതാക്കന്മാരാണ്. ഇപ്പോൾ പറവൂർ തന്നെ എനിക്ക് ഓടിയെടുക്കാൻ കഴിയുമോ എന്ന് സംശയിക്കുന്ന വി ഡി സതീശനും, ഹരിപ്പാട് എനിക്ക് കിട്ടുമോ എന്ന് സംശയിക്കുന്ന രമേശ് ചെന്നിത്തലയും, അതേപോലെ തന്നെ വട്ടിയൂർക്കാവ് നീ തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ വട്ടിയൂർക്കാവ് എനിക്ക് കിട്ടുമോ എന്ന് സംശയിക്കുന്ന കെ മുരളീധരനും ഒക്കെ ഉള്ളപ്പം ഇനി അവരുടെ ഒരു മന്ത്രിസ്ഥാനമോ മുഖ്യമന്ത്രി സ്ഥാനമോ ഒക്കെ ആര് തരുമെന്ന് മാനത്ത് നോക്കിയിരിക്കുന്നവരാണ് ഇവരെല്ലാം. വേണുഗോപാലിന് മാത്രമാണ് വേണമെങ്കിൽ എനിക്ക് എന്തും ആകാമെന്നുള്ളൊരു, ബാക്കിയുള്ളവരെല്ലാം മാനത്തേക്ക് നോക്കിയിരിക്കുന്നവരാണ്. അങ്ങനെ ഇരിക്കുന്നവർക്ക് എങ്ങനെയാണ് ഈ സന്ദീപ് വാര്യരെ കൂടെ കൈപിടിച്ച് ഉയർത്താൻ പറ്റുന്നത്? ഇവർ തന്നെ മുങ്ങിത്താഴുവാണല്ലോ. ഇല്ല, അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇത്ര മാസമായല്ലോ. സന്ദീപ് വാര്യർക്ക് കോൺഗ്രസിൽ എന്തെങ്കിലും ചാൻസ് കിട്ടിയിട്ടുണ്ടോ? ആദ്യം കോൺഗ്രസ് വക്താവ് എന്ന് പറഞ്ഞൊരു പോസ്റ്റിലേക്ക് എങ്ങോട്ട് വെച്ചെന്ന് വെക്കുന്നു. അതുപോലെ തന്നെ മീഡിയ പ്രതിനിധിയായിട്ടും. അതായത് സന്ദീപ് വാര്യർ എങ്ങനെ കോൺഗ്രസിനെ കുറ്റം പറഞ്ഞോ അതിനെതിരായിട്ട് ബി ജെ പിയെ കൊണ്ട് സന്ദീപ് വാര്യർ തെറി പറയിപ്പിക്കാൻ വേണ്ടി ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കി കൊടുത്തു. മീഡിയ പേഴ്സൺ ആയിട്ട് വെച്ചിരിക്കുന്നു. അല്ലാതെ കോൺഗ്രസിൽ എന്താ കിട്ടിയത്? സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞാൽ ബി ജെ പിയിൽ എന്തായിരുന്നു എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. ബി ജെ പി ശരിക്കും പറഞ്ഞാൽ സന്ദീപ് വാര്യർ ഒരു പുലി തന്നെയായിരുന്നു. അദ്ദേഹം ആ ഒരു അവസരമാണ് കളഞ്ഞു കുടിച്ചത്. ശരിയായിട്ടും നാണം കെട്ട് നിൽക്കുന്ന അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ സന്ദീപ് വാര്യരെ കുറിച്ചാണ് പറയേണ്ടി വരുന്നത്. കാരണം ഇതുവരെ തീവ്രവാദവും മുസ്ലിംസിനെതിരെ സംസാരിക്കുക, വടക്കേ ഇന്ത്യയിലെ ഇന്ന സംസ്ഥാനങ്ങൾ കോൺഗ്രസിനെ ഞങ്ങൾ അടിച്ച് തറപറ്റിക്കും, അവർക്കൊന്നും ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആള്, ഈ വർഗീയത മൊത്തം ഇവിടെ കുത്തി വിളമ്പിയിരുന്ന ആള് മോദി ഇതെല്ലാം എന്നെ ആരാണ്ട് ക്ലാസ്സിലിരുത്തി നീ ഇന്നെ രാവിലെ പോയി പറയണം, ഇന്ന മതത്തിനെയൊക്കെ ഇന്ന് നീ കുത്തണം എന്ന് പറഞ്ഞു വിട്ട് ഞാൻ പറയിപ്പിച്ച ഒരു പയ്യനെ പോലെ ചെന്ന് പിന്നെ കോൺഗ്രസിൽ വന്നിട്ട് പറയുകയാണ്. അതോ എന്ത് കാരണത്തിൽ? ഒരു വലിയ വേദിയിൽ തനിക്ക് സീറ്റ് കിട്ടാതെ വന്നതോടുകൂടി തനിക്ക് പെട്ടെന്നൊരു ഭൂതോദയം ഉണ്ടാവുകയാണ്. ഇതുവരെ പറഞ്ഞതെല്ലാം കള്ളമാണ്, ഇതിനി ഞാൻ പറയാൻ പോകുന്നതാണ് സത്യമെന്ന്. അത് പറഞ്ഞിട്ട് അദ്ദേഹത്തെ വ്യക്തമാക്കി വെച്ചാൽ നാളെ വന്ന് ഒരു ചാനലിൻ്റെ മുന്നിൽ വന്ന് പറയുന്നതിന് അല്പം മുളിപ്പൊക്കെ വേണ്ടേ? പറഞ്ഞതെല്ലാം വിഴുങ്ങിയിട്ട് നേരെ തിരിച്ച് പറയാൻ കഴിയുമോ? ഇപ്പം വ്യക്തമാക്കി വെച്ചാൽ പോലും അദ്ദേഹത്തിന് ഒരു ചാനലിൽ വിളിച്ചാൽ ആരാണ് ഓപ്പോസിറ്റ് ഉള്ളതെന്ന് ചോദിക്കത്തില്ലേ? തീർത്തും ശക്തമായി ആക്രമിക്കത്തില്ലേ? ഈ അവസ്ഥയിൽ ഒരു നാണം കെട്ട അവസ്ഥയിലല്ലേ ശരിയായിട്ടും സന്ദീപ് വാര്യർ ഉള്ളത്? തീർച്ചയായിട്ടും സന്ദീപ് വാര്യരുടെ മോശം അവസ്ഥയെ പറ്റി ചിന്തിക്കുന്നുണ്ടാവും. സന്ദീപ് വാര്യർക്ക് ബി ജെ പി നല്ലൊരു പ്രഭാവം ഉണ്ടായിരുന്നു. കഴിവുള്ള ആളുമായിരുന്നു. നല്ലൊരു വാഗ്മിയായിരുന്നു. അപ്പോൾ ചാനൽ ചർച്ചകളൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. ചാനൽ ചർച്ചകളിലൂടെ അദ്ദേഹം കയറി വരുന്നത്. അദ്ദേഹം എന്തിനു വേണ്ടി ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് പോയി നമ്മൾ ചിന്തിക്കണം. അദ്ദേഹത്തിന്റെ മുഖ്യ എതിരാളിയായിട്ട് കണ്ടിരുന്ന കെ സുരേന്ദ്രനെ പോലും വി മുരളീധരനെ പോലെയുള്ള ആൾക്കാരായിരുന്നു. അവരുടെ ഒരു അപ്രമാദിത്യമാണ് ഈ പാർട്ടിയിൽ നടക്കുന്നതാണ് സന്ദീപ് വാര്യർ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതെന്നും അങ്ങനെ തുടരുമെന്നും പുള്ളി പ്രതീക്ഷിച്ചു. അത് എന്നും അങ്ങനെ തുടങ്ങും, തനിക്കിനി ഇനി അതിനകത്തൊരു സാധ്യത ഇല്ല എന്ന് അദ്ദേഹം ചിന്തിച്ചു. സന്ദീപ് വാര്യർക്ക് വളരെ സ്വീകാര്യനായ വ്യക്തിയാണ് സുരേഷ് ഗോപി പല കാര്യങ്ങളും സന്ദീപ് വാര്യരെ ബന്ധപ്പെട്ടാണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പല മാധ്യമങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. സന്ദീപ് വാര്യർ വയനാട്ടിലൊക്കെ സഹായങ്ങളൊക്കെ സന്ദീപ് വാര്യറുമായിട്ട് ബന്ധപ്പെട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. സുരേഷ് ഗോപിക്ക് പോലും സന്ദീപ് വാര്യർ ബി ജെ പി വിട്ടു പോയതിന് വിഷമമുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വി മുരളീധരൻ സുരേന്ദ്രൻ ടീമിന്റെ കൈകളാണ് കേരളത്തിലെ ബി ജെ പി എന്നാണ് സന്ദീപ് വാര്യർ കരുതിയത്. ഇപ്പൊ അവരൊക്കെ ഔട്ടായിരിക്കുകയാണ്. ഇപ്പൊ സാക്ഷാൽ മോദിയുടെ ആളെന്നുള്ള രാജീവ് ചന്ദ്രശേഖരും കേരളത്തിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ സന്ദീപ് വാര്യരുടെ ആൾക്കാർ തന്നെയാണ് ബി ജെ പിയുടെ തലപ്പത്തുള്ളത്. അതായത് രാജീവ് ചന്ദ്രശേഖരും അതുപോലെ തന്നെ സുരേഷ് ഗോപിയും ഒക്കെ തന്നെ. അവർ പറയുന്ന പോലെ ഇപ്പൊ ഇനി ബി ജെ പി ഇവിടെ പോകാൻ പോകുന്നത് ശോഭാ സുരേന്ദ്രനും വേണ്ട പ്രാതിനിധ്യം ഇപ്പൊ കിട്ടിത്തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ പുറന്തള്ളപ്പെട്ട നേതാക്കന്മാരിൽ കഴിവുള്ളവരെല്ലാം അവർ തേടിപ്പിടിച്ച് ഇരിക്കുന്ന ഈ സമയത്ത് സന്ദീപ് വാര്യരെ പോലെ ഒരാളെ തീർച്ചയായിട്ടും ഒരു വലിയ സ്ഥാനത്തേക്ക് ഇന്ന് രാജീവ് ചന്ദ്രശേഖർ കൊണ്ടുവരുമായിരുന്നു. അതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ടാണ്, സ്വന്തം അഭിമാനം നഷ്ടപ്പെടുത്തി, തൻ്റെ വാക്കുകളുടെ സത്യസന്ധത നഷ്ടപ്പെടുത്തി, ജനങ്ങളുടെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് നഷ്ടപ്പെടുത്തി, എല്ലാം നഷ്ടപ്പെടുത്തി കോൺഗ്രസിൽ വന്ന് കയറി. കോൺഗ്രസിലോട്ട് അംഗീകാരങ്ങളില്ല, കോൺഗ്രസിന് തന്നെ ഒരു ലീഡറില്ല. ഇങ്ങനെ ആടി ഒലിയുന്ന ഒരു കപ്പലിലേക്ക് ഓടിച്ചെന്ന് കയറിയ ഒരു പയ്യനായിപ്പോയി. അതുമാത്രമല്ല, ജോർജ് കുര്യനെ പോലുള്ള ആൾക്കാരൊക്കെ എത്രയോ കാലമായി ബി ജെ പി പ്രവർത്തിക്കുന്നു. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിക്കുന്ന കാലം തൊട്ട് നമുക്കറിയാം. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മൻചാണ്ടിക്കെതിരെ പുതുപ്പള്ളിയിൽ മത്സരിച്ച ആളാണ്, ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ആളായി ജോർജ് കുര്യൻ. അന്നൊന്നും അദ്ദേഹം അത്ര പ്രസക്തനൊന്നും അല്ല.
അദ്ദേഹം ഒന്നുമല്ലാതെയാണ് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ച് മുന്നോട്ട് പോയത്. ഒരു സ്ഥാനവും മോഹിക്കാതെ ഒരു മന്ത്രിപദം പോലും സ്വപ്നം കാണാതെ പോയി മന്ത്രി സത്യപ്രതിജ്ഞ കാണാൻ പോയ ആളിനെ മന്ത്രിയാക്കി അദ്ദേഹം തിരിച്ചു വന്ന ഒരവസ്ഥയാണ്. ഇപ്പൊ തന്നെ മോദി ആ ജോർജ് കുര്യനെയാണ് ഇപ്പൊ കേന്ദ്രമന്ത്രിയാക്കി മാറ്റിയിരിക്കുന്നത്. സുരേഷ് ഗോപിയും ജോർജ് കുര്യനും രാജീവ് ചന്ദ്രശേഖരും ഒക്കെ ഇന്ന് വ്യക്തിപരമായി പറഞ്ഞാൽ സന്ദീപ് വാര്യർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെയാണ്. ഇപ്പൊ ഞാൻ പറയാം, സുരേഷ് ഗോപിയുടെ കാര്യം സോണി പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, സോണി സുരേഷ് ഗോപിയൊക്കെ മുൻകൈ എടുത്ത് ഇദ്ദേഹത്തോട് സംസാരിച്ച് ഇദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരുമെന്നാണോ സോണി കരുതുന്നത്? അതിപ്പോ സംസാരിക്കുന്നില്ലെന്ന് ആരറിഞ്ഞു? സന്ദീപ് വാര്യരുടെ മനസ്സ് നമുക്കറിയില്ല. എന്നാലും അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തിന്റെ മനസ്സ് ബി ജെ പി തന്നെയാണ്. അദ്ദേഹം വൈകാതെ തന്നെ ബി ജെ പിയിൽ എത്തുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കോൺഗ്രസിലൊന്നും ഈ പറഞ്ഞ നിലനിൽപ്പൊന്നും സന്ദീപ് വാര്യർക്ക് ഉണ്ടാവില്ല. കാരണം അതിന് വലിയ അംഗീകാരം കിട്ടിയെന്ന് വരില്ല. ഒരു പരിധി വരെ സന്ദീപ് വാര്യരെ പോലെ ഒരാൾക്ക് കോൺഗ്രസിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ഈ ഗ്രൂപ്പിസിന്റെ ഇടയിലൊന്നും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. കാരണം സന്ദീപ് വാര്യരെ കുറച്ച് പേര് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഇരട്ടി ആൾക്കാർ സന്ദീപ് വാര്യരെ വെറുക്കുന്നുമുണ്ട്. എപ്പോഴും ഒരു പാര പ്രതീക്ഷിച്ച് തന്നെ കോൺഗ്രസിൽ നിൽക്കാനേ സാധിക്കുകയുള്ളൂ. ആ സാഹചര്യത്തിൽ സന്ദീപ് വാര്യർക്ക് സ്വീകാര്യരായ രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ബി ജെ പിയിലേക്ക് തന്നെ സന്ദീപ് വാര്യർ നാളെ തിരിച്ചെത്തുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് വൈകാതെ ഉണ്ടാകും. അത് ഈ 2026 തെരഞ്ഞെടുപ്പിന് ശേഷമെങ്കിലും അത് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. ഇപ്പോൾ കോൺഗ്രസിലെ എല്ലാ സ്റ്റേറ്റുകളിലും ബി ജെ പിയുടെ വളർച്ച എവിടെ നിന്നായിരുന്നു തുടങ്ങിയത്? കോൺഗ്രസിൽ നിന്നുള്ള ആളുകൾ ഒഴുകി ബി ജെ പിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ ഒരു ടാർഗറ്റാണ്, അങ്ങനെ ഒരു അസൈൻമെന്റ് ആണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് കേന്ദ്രം കൊടുത്തുവിട്ടിരിക്കുന്നത്. ആ നിലയിൽ കോൺഗ്രസിലെ നേതാക്കന്മാരെല്ലാം വരുമ്പോൾ അവിടെ ഒറ്റയ്ക്ക് പുള്ളി നിൽക്കാൻ തയ്യാറാവില്ലേ? തീർച്ചയായിട്ടും അഭിമാനക്ഷതം. ഇതിനൊക്കെ എന്താ പറയുക? സന്ദീപ് വാര്യർക്ക് ഒരിക്കലും കോൺഗ്രസ് ഭൂഷണമല്ല. അദ്ദേഹത്തിന് രക്ഷ ബി ജെ പി തന്നെയാണ്. വൈകാതെ തന്നെ അദ്ദേഹം ബി ജെ പിയിലെത്തും. ക്രിസ്ത്യൻ ഹൈന്ദവ വിഭാഗങ്ങളെയൊക്കെ ബി ജെ പി പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കിന് ബി ജെ പിയുടെ ഒരു മുന്നേറ്റമായിരിക്കും ഇനി കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പം ഇതിനെയൊന്നും സന്ദീപ് വാര്യർക്ക് മറുവശത്ത് നിന്ന് തടുക്കാൻ പറ്റിയെന്നൊന്നും വരില്ല. അപ്പോൾ സന്ദീപ് വാര്യരെ പോലുള്ള ഒരാളെ ബി ജെ പിക്ക് ആവശ്യമുണ്ട്. സന്ദീപ് വാര്യർക്കും ബി ജെ പി തന്നെയാണ് രക്ഷയും. അപ്പം ഇതുകൊണ്ട് തന്നെ നമ്മൾ വ്യക്തമാക്കുന്നു, സന്ദീപ് വാര്യർ വൈകാതെ ബി ജെ പിയിലെത്തും. അപ്പോൾ അതിന് ഉള്ള സാധ്യതകളുണ്ട്. പക്ഷേ അതിന് ഇനിയും അറിയില്ല. കോൺഗ്രസിൻ്റെ ഒരു വേദി ഉണ്ടാവുകയും ആ വേദിയിൽ ഒരു സീറ്റ് കിട്ടാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയ്ക്ക് വേണ്ട കാത്തിരിക്കുമെന്ന് അറിഞ്ഞില്ല. ചിലപ്പോൾ അങ്ങനെ വേണ്ടിവായിരിക്കും ഒരു ഭൂതോദയം ഉണ്ടായിട്ട് കോൺഗ്രസ് ശരിയല്ല, ബി ജെ പി ആണ് ശരിയെന്ന് അദ്ദേഹത്തിന് തോന്നാൻ. കാരണം പാലക്കാട് അദ്ദേഹത്തിന് സീറ്റ്, വേദിയിൽ ഒരു സീറ്റ് കിട്ടാത്തതിന്, ഒരു കസേര ഇട്ട് കൊടുക്കാത്തതിൻ്റെ പേരിലാണ് അദ്ദേഹം പാർട്ടി വിട്ട് ഈ ഭൂതോദയം ഉണ്ടായി കോൺഗ്രസിൽ വന്നത്. ഈ കോൺഗ്രസിൽ നിന്ന് തിരിച്ച് ബി ജെ പിയിലേക്ക് പോകണമെങ്കിലും അങ്ങനെ ഒരു ഭൂതോദയം ഉണ്ടാകേണ്ടി വരുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത്ര ബി ജെ പിയിലെ ആൾക്കാർ നെഞ്ചിൽ കൊണ്ടു നടന്ന ഒരാൾ ഒരു ദിവസം കൊണ്ട് ആ ബി ജെ പിക്കാർക്കെല്ലാം മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുന്ന രീതിയിലേക്ക് അവരുടെ ചിന്താഗതിയെ മാറ്റിയെടുത്തിട്ട് വീണ്ടും ആ ഛർദ്ദിച്ചത് ഭക്ഷിക്കാനായിട്ട് വീണ്ടും ഇദ്ദേഹം എത്തുമോ എന്നുള്ളതിൻ്റെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അഭിമാനമുള്ള ആർക്കും അത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം അതിനെക്കുറിച്ച്. അങ്ങനെയാണ് നമുക്കറിയാം. ചെറിയാമ്പലിപ്പിന്റെ കാര്യം നമുക്കറിയാമല്ലോ. കോൺഗ്രസ് വിട്ടിട്ട് എത്രയോ വർഷം CPM സഹചാരിയായി നടന്ന വ്യക്തിയാണ് ചെറിയാമ്പലിപ്പ്. അദ്ദേഹം തിരിച്ച് കോൺഗ്രസിലേക്ക് വന്നില്ലേ? അപ്പം രാഷ്ട്രീയത്തിൽ ഇതൊന്നും പുത്തരിയൊന്നുമല്ല. നമ്മുടെ മനസ്സ് പോലെ ഇരിക്കും. അപ്പോൾ നാളെ ഇപ്പോൾ സന്ദീപ് വാര്യർ തന്നെ ഇത്രയും കോൺഗ്രസിനെ വിമർശിച്ചിരുന്ന ഒരാൾ എത്ര പെട്ടെന്ന് പോയി കോൺഗ്രസിൽ ചേരുമെന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും സീറ്റ് ഓഫർ ചെയ്തെങ്കിൽ നമുക്ക് അങ്ങനെ വിചാരിക്കാം. അല്ല, സീറ്റ് ഓഫർ ചെയ്തിട്ടുണ്ടാകുന്നത് അല്ല, അത് 2024 തെരഞ്ഞെടുപ്പിൽ. പക്ഷെ പാലക്കാട് സീറ്റിൽ ഓഫർ കൊടുക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഓക്കെ. അതൊന്നും അവിടെ നടന്നിട്ടില്ല. അപ്പോൾ സന്ദീപ് വാര്യരെ അവിടെ അന്നത്തെ സാഹചര്യത്തിൽ ക്ഷണിച്ചു, വളരെ വേഗത്തിൽ പോയി. നമ്മൾ ഒരിക്കലും അങ്ങനെ എല്ലാവരും വിചാരിച്ച CPM-ലേക്ക് പോകുന്ന അദ്ദേഹം മുൻ CPM SFI പ്രവർത്തകനായിരുന്നു എന്നൊക്കെ ചരിത്രം പറയുന്നുണ്ട്. അങ്ങനെ ഒരാളാണ് വേഗത്തിൽ കോൺഗ്രസിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ ഒരു അവസരം കിട്ടിയാൽ തിരിച്ച് ബി ജെ പിയിലേക്ക് എത്താം. അദ്ദേഹത്തിന്റെ മനസ്സ് എന്നും ബി ജെ പി തന്നെയായിരിക്കും. അദ്ദേഹത്തിന് ബി ജെ പി വിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്തൊരു ചർച്ചയുമായിട്ട് ഞങ്ങൾ വീണ്ടും കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.